ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ. ഗോതമ്പ് ദോശ ചുട്ടെടുത്തു. അതിന് കൂടെ കഴിക്കാനായിട്ട് സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പാർ നമ്മൾ ഉച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ കിട്ടില്ലേ, അതൊന്നും വേസ്റ്റാക്കി കളയുന്നില്ല. ഇങ്ങനെ ഞാൻ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒരു കറി വെക്കും കേട്ടോ. അപ്പോൾ നല്ലോണം വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. നല്ലപോലെ വെജിറ്റബിൾസ് കഴിക്കേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഒരു സാമ്പാറും അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനതങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ഓഫ് ഡേ ആയതുകൂടി തന്നെ ഇന്ന് നല്ല രീതിക്കൊന്ന് ഹെയർ ഒരു പാക്ക് ഇട്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറുണ്ടാക്കി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഞാനതിൽ നിന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് അലോവേറ ജെൽ കേട്ടോ, കുറച്ച് അലോവേറ ജെല്ലും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ 2-3 നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും കൂടിയിട്ടാണ് കേട്ടോ ഇട്ടുന്നത്. അപ്പോൾ അത് നല്ലൊരു സ്മൂത്ത് എഫക്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ പേസ്റ്റാക്കി എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഇത് തേച്ചിട്ടാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യണത്. അപ്പോൾ ഹെയറിനൊരു കെയർ ആവും. ഞാൻ വീക്ക്ലി വൺസ് എന്തെങ്കിലുമൊക്കെ ഒരു പാക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.